വരുവിൻ, നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ സംഗ്രഹത്തിലേക്കാണ്. കൃത്യമത് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഈ തിരുവചനത്തിനെക്കുറിച്ചും തിരുലിഖിതങ്ങളെക്കുറിച്ചും ഉള്ള പഠനമായിരുന്നു. അതിൽ വിശുദ്ധ ഗ്രന്ഥം ക്രിസ്തുവാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അനന്യവചനം, വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതം, പരിശുദ്ധാത്മാവ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനം തരുന്നു, വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ പട്ടിക, അതിനുശേഷം പഴയ നിയമം പുതിയ നിയമത്തിൻ്റെ ആ ടൈപ്പോളജി, അതിനുശേഷം വിശുദ്ധ ഗ്രന്ഥം സഭാജീവിതത്തിൽ അതിൽ വന്നതോടെ നമ്മൾ അതിൻ്റെ ആ ഉച്ചകോടിയിൽ വന്നു. എന്തിനാണ് ഈ വിശുദ്ധ ഗ്രന്ഥം? ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇത് ഒരു ഹിസ്റ്ററി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയല്ല. ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നുള്ളത് എപ്പോഴും ഓർക്കണം. എന്തിനാണ് ഈ പുസ്തകം എഴുതിയത്? അങ്ങനെ എഴുതിയില്ലല്ലോ അതിനകത്ത്, അത് എഴുതിയില്ലല്ലോ അതിനകത്ത്, ഇത് എഴുതിയില്ലല്ലോ എന്ന് ഓരോന്നിനെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ലിഖിതമാണ്. നമ്മൾ ആഴത്തിൽ ഈശോ തന്നെ പറഞ്ഞതായിട്ട് ഉള്ള വചനം ഇതാണ്: ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. എവിടെയാണ് ആ വചനം? ലൂക്ക 9:44. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. അപ്പോൾ ഇംഗ്ലീഷിൽ അതിങ്ങനെയാണ്: പേ അറ്റൻഷൻ ടു വാട്ട് ഐ സേ. ഇതാണ് ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രത്യേകത. അപ്പം നമ്മളതിൽ ഇന്നലെ കേട്ടു 131, 132, 133. അതിനെ ഒന്നുകൂടി നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ സാരാംശത്തിലേക്ക് പോകുമ്പോൾ, 131 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് സഭയ്ക്ക് താങ്ങും ശക്തിയും സഭാതനയർക്ക് കരുത്തും ആത്മാവിന് പോഷണം. ഇറ്റ് ഈസ് എ ഫുഡ് ഫോർ അവർ സോൾ. അതാണ് അതിനകത്ത് ഞാൻ ടേക്ക് ചെയ്യുന്ന പ്രധാന ഒരു പോയിന്റ്. ഈ വിശുദ്ധ വചനം, വിശുദ്ധ ലിഖിതം ആത്മാവിന് പോഷണവും ആധ്യാത്മിക ജീവിതത്തിന് സംശുദ്ധവും സനാതനവുമായ ഉറവിടവും, ഫൗണ്ടൻ, ഉറവിടം. ഇനി 132 പ്രധാന പോയിന്റ് ദൈവശാസ്ത്ര പഠനത്തെക്കുറിച്ചാണ്. തന്മൂലം വിശുദ്ധ ലിഖിത പഠനം തന്നെ ആയിരിക്കണം വിശുദ്ധ ദൈവശാസ്ത്രത്തിൻ്റെ ആത്മാവ്, ദ സോൾ ഓഫ് ദ ഡിവൈൻ തിയോളജി, ദ സോൾ ഓഫ് ദ തിയോളജി. അത് ആ എക്സ്പ്രഷൻ നമ്മൾക്ക് ആത്മാവിലേക്ക് വരും. നമ്മളെല്ലാവരും ദൈവശാസ്ത്രം പഠിക്കുന്നവരാണ്. നമ്മൾ ദൈവശാസ്ത്ര കോളേജിലൊന്നും അല്ല പോകുന്നത്. നമ്മളെല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ ഉള്ള വചന പഠനത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലും ദൈവശാസ്ത്രം തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ദൈവശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ് എബൌട്ട് ഗോഡ്, സയൻസ് എബൌട്ട് ഗോഡ്. നമ്മൾ ഓരോ ദിവസവും പല രീതിയിൽ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പ്രത്യേകിച്ച് നമ്മളെല്ലാ മാധ്യമങ്ങളിലൂടെയാണ് കുർബാന പോലും, അല്ലെങ്കിൽ പഠനങ്ങളെല്ലാം, ധ്യാനങ്ങളെല്ലാം. അതുകൊണ്ട് നമ്മൾ ഇതിൽ വളരെ ശ്രദ്ധിക്കണം. എന്താണ് അവിടെ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്? തന്മൂലം തിരുലിഖിത പഠനം തന്നെ ആയിരിക്കണം ദൈവശാസ്ത്രത്തിൻ്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഇത് നിങ്ങളൊന്ന് ഹൃദയത്തിൽ അടിവരയിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക. ദൈവശാസ്ത്രത്തിൻ്റെ, വിശുദ്ധ ദൈവശാസ്ത്രത്തിൻ്റെ ആത്മാവ് വിശുദ്ധ വചനമാണ്. ഇനി മൂന്നാമത്തേത് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അജ്ഞത, 133. അപ്പോൾ കണ്ട് ഈ 3 പാരഗ്രാഫിലെയും 3 ഇമ്പോർട്ടൻ്റ്. 131 ഈ വിശുദ്ധ വചനം നമ്മുടെ ആത്മാവിന് പോഷണമാണ്. 132 വിശുദ്ധ ദൈവശാസ്ത്രത്തിൻ്റെ ആത്മാവാണ്. 133 വിശുദ്ധ ജെറോമിൻ്റെ വളരെ പ്രഖ്യാതമായ വചനം ഇതാണ്:
വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ദ ഇഗ്നറൻസ് അബൌട്ട് സ്ക്രിപ്ചർ ഈസ് ഇഗ്നറൻസ് അബൌട്ട് ക്രൈസ്റ്റ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ ആ പാരഗ്രാഫുകളുടെയും മാർജിനിൽ ഉള്ള 3 പാരഗ്രാഫുകളുണ്ട്. ഒന്ന് 94, 132 പാരഗ്രാഫിന് പാരലായിട്ടുള്ള 94 നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പഠിച്ചു കഴിഞ്ഞതാണ്. അത് വിശുദ്ധ വിശ്വാസഗ്രഹണത്തിൽ വളർച്ച. നമ്മുടെ വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകണമെങ്കിൽ അത് വിശുദ്ധ ലിഖിതത്തിലൂടെയാണ്. കണ്ടോ, വിശ്വാസഗ്രഹണത്തിൽ വളർച്ച പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ വളർച്ചയുണ്ടാവുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. എങ്ങനെയാണ്? അവയെപ്പറ്റി തങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനവും പഠനവും വഴി. ഈ പഠനം എന്നുള്ള ഒരു കാര്യം നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ആവിഷ്കൃത സത്യത്തെ സംബന്ധിക്കുന്ന അറിവിൽ, അത് ദൈവം വെളിപ്പെടുത്തി തരുന്ന അറിവുകൾ. നമ്മുടെ ബുദ്ധിയിലുള്ള 1 1 2 അതിനകത്തൊരു ആവിഷ്കരണമില്ല. 1 1 2. പക്ഷേ കർത്താവ് പറയാണ് 1 1 2 അല്ല. അതെന്താടാ? 1 1 വലിയ ഒരൊന്നാണ്. കണ്ടോ, ഈശോ പറഞ്ഞ വചനമാണ്. നിങ്ങൾ ഇനിമേൽ 2 അല്ല, നിങ്ങൾ 1. അതാണ് ആവിഷ്കൃതം. സാധാരണ സയൻറ്റിഫിക് നോളേജ്, മാത്തമാറ്റിക്കൽ നോളേജ്, നമ്മൾ പറഞ്ഞ മാതിരി ഒരു കണക്ക് പഠിക്കുമ്പോൾ 1 1 2, 2 2 4, 1 1 2. എന്നാൽ ആവിഷ്കൃത ദൈവികമായിട്ട് വരുമ്പോൾ 1 1 വലിയ ഒരൊന്നാണ്. 99-നേക്കാളും ശ്രേഷ്ഠമാണ് 1. കണ്ടോ, ആവിഷ്കൃത നിയമം. സയൻറ്റിഫിക് നോളേജിൽ 99 ഈസ് ഷുവർലി ഗ്രേറ്റർ ദാൻ 1. 99 1-നേക്കാൾ വലുതല്ലേ? ആ 99 ഉള്ളപ്പോൾ പിന്നെ ഈ 1-ൻ്റെ ആവശ്യം എന്താ? പിട്ടുകളയി പോട്ടെ. അതാണ് കൺസ്യൂമറിസം, അതാണ് മെറ്റീരിയലിസം, അതാണ് മാനുഷികത. എന്നാൽ ദൈവികത ഇല്ല. ആ 99-നേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ഈ ഒരെണ്ണമാണ്. ഇതാണ് ആവിഷ്കൃതം. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, അത് നന്നായി തോന്നുന്നില്ലേ? അതാണ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ആവിഷ്കൃത സത്യത്തെ സംബന്ധിക്കുന്ന അറിവിനെ ആഴപ്പെടുത്തുന്ന ദൈവശാസ്ത്ര ഗവേഷണം വഴി. ഇനി ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകുന്ന വീണ്ടും ആഴമായ അറിവ് വഴി തിരുവചസ്സുകൾ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. പ്രൈസ് ദ ലോർഡ്. അതാണ് ഓർക്കണം, ഞാൻ പറഞ്ഞത് ഓർക്കാറില്ല. തിരുവചനം ഒരു വിത്ത് നട്ട പോലെയാണ്. ചക്കക്കുരു നട്ടു, അത് വളർന്നു, ഇതാ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പ്ലാവായി മാറി. അതിൽ വലിയ ചക്ക, അതിനകത്ത് ധാരാളം ചക്കക്കുരു. എന്ന മാതിരിയാണ് വചനം നമ്മളിൽ നട്ടു, അത് വായിക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അത് വളരുന്നു, അത് ധാരാളം ഫലം പുറപ്പെടുവിക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ അടുത്ത പാരഗ്രാഫ് ഇതാണ്, 133 ചേർന്നുള്ളത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. 2653 2600 എന്ന് പറയുമ്പോൾ ഉടനെ ഓർത്തോളണം പ്രാർത്ഥനയാണ്. 2653 പോകുമ്പോൾ പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്ക് എന്നതാണ് ഇവിടുത്തെ ശീർഷകം. പ്രാർത്ഥനയുടെ ഉറവിടങ്ങളിലേക്ക് 2653 പറയുന്നത് ഇതാണ്: ദൈവവചനത്തിൻ്റെ കൂടെയുള്ള വായന വഴി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സർവാതിശായിയായ അറിവ് നേടാൻ. ഫിലിപ്പിയർ 3:8 കണ്ടോ, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം ഏറ്റവും വിലപ്പെട്ടതാകയാൽ മറ്റുള്ളവയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കുന്നു. ഇത് അവനെ നേടുന്നതിനും അവനിൽ
അവനെ നേടുന്നതിനും അവനുമായി ഒന്നാകുന്നതിനും വേണ്ടിയാകുന്നു. നോയിങ് ക്രൈസ്റ്റ്, ഗെയിനിങ് ക്രൈസ്റ്റ്, ടു ബി വൺ വിത്ത് ക്രൈസ്റ്റ്. ഇത് 1-ാം തീയതി നമ്മളെടുത്ത ഒരു റെസൊല്യൂഷനാണ്. ഈ വർഷം നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം കൂടുതൽ സ്വന്തമാക്കുക. അപ്പം എങ്ങനെയാണത്? ദൈവവചനത്തിൻ്റെ കൂടെയുള്ള വായന വഴി യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സർവാതിശായിയായ അറിവ് നേടുവാൻ. സർവാതിശായി സഭ എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും ശക്തമായും സവിശേഷമായും ഉദ്ബോധിപ്പിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ സംവാദം നടക്കാൻ വിശുദ്ധ ലിഖിതത്തിൻ്റെ വായനയും പ്രാർത്ഥനയും ഒരുമിച്ച് പോകണമെന്ന കാര്യം അവർ ഓർത്തിരിക്കട്ടെ. അതായത് വായനയും പ്രാർത്ഥനയും, പ്രാർത്ഥനയും വായനയും. എന്താണത്? അത് 2 ഫ്ലോ ആണ്. എന്തെന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവവചസ്സുകൾ വായിക്കുമ്പോൾ അവിടുത്തെ നാം ശ്രവിക്കുന്നു. അപ്പോൾ നാം ദൈവത്തോട് സംസാരിക്കുന്നു, ദൈവത്തോട് പറയുന്നു. പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ ലിഖിതം വായിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നു, അത് നാം ശ്രവിക്കും. 1792 മനസ്സാക്ഷിയുടെ രൂപീകരണം. മനസ്സാക്ഷിയിൽ ഉണ്ടാകാവുന്ന തെറ്റായ ബോധ്യങ്ങൾ. നമ്മുടെ മനസ്സാക്ഷി ദൈവവചനത്തിലൂടെ രൂപീകരിക്കപ്പെടണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മനസ്സാക്ഷി എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ നിയമം അതിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ പിന്നീട് ആ മനസ്സാക്ഷി ദുർബലമാകുന്നു. ആ മനസ്സാക്ഷിയിൽ തെറ്റായ ബോധ്യങ്ങൾ വരുന്നു. എന്നാൽ ഇവിടെ പറയുകയാണ്, ആ മനസ്സാക്ഷിയെ വിശുദ്ധീകരിക്കാം, മനസ്സാക്ഷിയെ രൂപാന്തരപ്പെടുത്താം, മനസ്സാക്ഷിയിലുള്ള തെറ്റായ വിധി തീർപ്പുകൾ അകറ്റണം. അതിനിവിടെ 1792 ഖണ്ഡികയാണ് ഉദ്ധരിക്കുന്നത്. ക്രിസ്തുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും കുറിച്ചുള്ള അജ്ഞത, മറ്റുള്ളവർ കാണിക്കുന്ന ദുർമാതൃക, സ്വന്തം വികാരങ്ങളോടുള്ള അടിമത്വം, മനസാക്ഷി സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള തെറ്റായ ധാരണ. മനസ്സിലായോ? സഭയുടെ അധികാരത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും നിഷേധം. ഇത് ഒരു ഫാഷൻ പോലെയാണിപ്പോൾ. അത് മാർപ്പാപ്പ അങ്ങനെയൊക്കെ പറയും, സഭ അങ്ങനെയൊക്കെ പറയും, പള്ളി പറഞ്ഞാൽ മതി. ഒരു ഫാഷൻ പോലെയാണ് ആളുകൾക്ക്. എന്നാൽ എന്താ നമ്മൾ തിരസ്കരിക്കുന്നത്? ദൈവത്തിൻ്റെ നിത്യജ്ഞാനത്തെയാണ് തിരസ്കരിക്കുന്നത്. ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തെ നമ്മൾ തിരസ്കരിച്ചുകൊണ്ട്, എൻ്റെ ജനം 2 തെറ്റ് ചെയ്തു, അവർ എന്നെ തന്നെ തിരസ്കരിക്കുന്നു, ആ ജീവജലത്തിൻ്റെ ഉറവയെ തിരസ്കരിക്കുന്നു. പിന്നെ അത് തിരസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ? പൊട്ടക്കിണറുകൾ കുഴിക്കുന്നു. പൊട്ടക്കിണറുകൾ എൻ്റെ കർത്താവേ, പൊട്ടക്കിണറുകൾ. ഒന്നും പറയണ്ട, ഇല്ലേ? ഒന്നും കൂടുതൽ പറയണ്ട, നമുക്കൊന്നും കൂടുതൽ പറയണ്ട. പൊട്ടക്കിണറുകൾ കുഴിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വി ഹാവ് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. മാർപ്പാപ്പ എപ്പോഴും പറയുന്നത്, മദർ തെരേസ്യ എപ്പോഴും പറയാറുണ്ട്, വി ആർ കോൾഡ് ടു ഡു ഗ്രേറ്റർ തിങ്സ്. നമ്മൾ ഈ കുഞ്ഞു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കാണ്. നമ്മൾ വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഈശോ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിനേക്കാളും വലിയ കാര്യം ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണേ? എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നത് ചെയ്യും, അവയേക്കാൾ വലിയ കാര്യം ചെയ്യും. യോഹന്നാൻ 14:12. അപ്പോൾ ഇവിടെ പറയുകയാണ്, പ്രബോധനത്തിൻ്റെ, സഭയുടെ അധികാരത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും നിഷേധം, മാനസാന്തരത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അഭാവം എന്നിവ ധാർമ്മിക പെരുമാറ്റത്തെ സംബന്ധിച്ച വിധി തീർപ്പുകളിൽ തെറ്റുകൾക്ക് നിദാനമാകാം. അങ്ങനെയാണ് നമ്മൾ തെറ്റുകളിലേക്ക് വീഴുന്നത്. മാത്രമല്ല, നമ്മളുടെ ശക്തി ക്ഷയിക്കുന്നു. നമുക്ക് വോയിസ് ഇല്ല, നമുക്ക് പറയാൻ തന്നെ കരുത്തില്ല.
പറയണ കാര്യം പൗലോസ്ലീഹ പറഞ്ഞ മാതിരി, സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. കണ്ടോ, വലിയ ഒച്ചയുണ്ടാകും. എന്താണ്? ചിലമ്പുന്ന കൈത്താളം പോലെയാണ്. ചിലമ്പുന്ന കൈത്താളം ആത്മാവിനെ സ്പർശിക്കുന്നില്ല, തലയ്ക്ക് മീതെ കൂടി ഒച്ചയുണ്ടാക്കി പോകുന്നു. സ്നേഹമില്ലെങ്കിൽ ഞാൻ ചിലമ്പുന്ന കൈത്താളം പോലെയാണ്. അപ്പോൾ അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ എന്തു വേണം? ക്രിസ്തുവിനെയും അവിടുത്തെ സുവിശേഷത്തെയും കുറിച്ചുള്ള അറിവ് വേണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡാണ്. ക്രിസ്തുവിനെയും സുവിശേഷത്തെയും കുറിച്ചുള്ള അജ്ഞത ഒരുവനിൽ ഉണ്ടാകുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നു? വിശുദ്ധ ജെറോം പറഞ്ഞതിനെ ഇവിടെ സാംശീകരിക്കുകയാണ്. സുവിശേഷത്തെക്കുറിച്ചുള്ള അജ്ഞത ക്രിസ്തുവിനെക്കുറിച്ചുള്ള അജ്ഞതയാണ്. ആ അജ്ഞത മൂലം എന്തുണ്ടാകുന്നു? മറ്റുള്ളവർ കാണിക്കുന്ന ദുർമാതൃക, സ്വന്തം വികാരങ്ങളോടുള്ള അടിമത്വം, മനസാക്ഷി സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള തെറ്റായ ധാരണ. മനസാക്ഷി അനുസരിച്ച് ചെയ്യുക നല്ല കാര്യം, പക്ഷെ മനസാക്ഷിയിൽ മലിനത കലർന്നിട്ടുണ്ടെങ്കിൽ, ഒരു തെറ്റായ മനസാക്ഷിയിലൂടെ ഒരാൾ ചെയ്യുന്നത് കൊണ്ട് എന്തോ ഒരു വിപത്താണ് ലോകത്തിലുണ്ടാകുന്നത്. ലോകം മുഴുവനിലും ഒരു മനുഷ്യൻ, അഡോൾഫ് ഹിറ്റ്ലർ, അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയിൽ പറയാണ്, ഈ യഹൂദരെ എല്ലാത്തിനെയും കൊന്നുകളയണം, അതാണ് ശരിയത്. 60 ലക്ഷത്തിലധികം യഹൂദരെയാണ് കൊന്നുകളഞ്ഞത്. അയാൾ ഒരു മനുഷ്യൻ്റെ മനസാക്ഷി, അയാൾ ക്രിസ്ത്യാനിയായിരുന്നു, അയാൾ ആൾട്ടർ ബോയ് വരെ ആയിരുന്നു. പക്ഷേ അയാളുടെ മനസ്സിൽ ക്രിസ്തു അയാളുടെ ആത്മാവിലേക്ക്, ക്രിസ്തുവിൻ്റെ വചനം കയറിയിട്ടില്ല. അയാളുടെ പിതാവും അങ്ങനെ തന്നെയായിരുന്നു. അയാളുടെ പിതാവ് അയാളെ ചാട്ട കൊണ്ട് അടിച്ച് അയാളുടെ വികാര വിക്ഷേപം, കണ്ടോ, അയാളുടെ വികാര വിക്ഷേപമായിരുന്നു, ശിക്ഷയല്ലാതെ വികാരം. അയാളുടെ വികാരം മുഴുവൻ അവൻ്റെ മേൽ തീർത്തു ചാട്ട കൊണ്ട് അടിച്ച് ആ കൊച്ചു തളർന്നു വീഴുന്നവരെ അടിച്ചിരുന്നു എന്നാണ് അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ബയോഗ്രഫിയിൽ പറയുന്നത്. അങ്ങനെ ആ ഒരു മനുഷ്യനിൻ്റെ മനസാക്ഷിയിലുണ്ടായ അതിഭയങ്കരമായ ആ തെറ്റായ ധാർമ്മികത മൂലം എന്തുണ്ടായി ഒന്ന് ആലോചിച്ച് നോക്കി. വിശുദ്ധ ലിഖിതം അദ്ദേഹം പഠിച്ചിരുന്നെങ്കിൽ, വിശുദ്ധ ലിഖിതത്താൽ അയാളുടെ മനസാക്ഷി പ്രകാശിച്ചിരുന്നെങ്കിൽ, അതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, അതിന് പാരലായിട്ടാണ് 1945 വേൾഡ് വാറിൻ്റെ അവസാനം, രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാനം. 1945 ഭാരതത്തിലും ഒരു യുദ്ധം നടന്നു, ഒരു സ്വാതന്ത്ര്യ സമരം. എന്നാൽ നമ്മൾക്ക് ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടായതുകൊണ്ട് ദൈവവചനം ഒരാളിൽ വന്നു, ഒരു MK ഗാന്ധി എന്ന ഒരാളിൽ ക്രിസ്തുവിൻ്റെ വചനം. അയാൾ ഹിറ്റ്ലർ പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് ചെയ്തത്. അയാൾ പറഞ്ഞു, ഇല്ല, നമ്മൾ ദുഷ്ടനെ എതിർക്കരുത്. കണ്ടോ, നേരെ വിപരീതം. ഒരു അക്രൈസ്തവനായ MK ഗാന്ധി ക്രിസ്തുവിൻ്റെ വചനം ഉപയോഗിച്ചുകൊണ്ട് വിജയിച്ചു. എന്നാൽ ഒരു ക്രൈസ്തവനായ അഡോൾഫ് ഹിറ്റ്ലർ ക്രിസ്തുവിൻ്റെ വചനത്തെ തിരസ്കരിച്ചുകൊണ്ട് അവസാനം അയാൾ തന്നെ ആത്മഹത്യ ചെയ്തു. പ്രൈസ് ദ ലോർഡ്. വലിയൊരു പോയിൻ്റാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, കമ്മിങ് ടു ദ പോയിൻ്റ്. അപ്പം ക്രിസ്തുവിനെ കുറിച്ചുള്ള അജ്ഞതയും ദൈവവചനത്തിൻ്റെ അജ്ഞതയുമാണ് അതിന് കാരണം. MK ഗാന്ധിയിൽ ക്രിസ്തുവിൻ്റെ വചനം വന്നപ്പോൾ അദ്ദേഹം ക്രിസ്തുവിൻ്റെ ഒരു രഹസ്യ ശിഷ്യനായി മാറി. രഹസ്യ ശിഷ്യൻ. വലിയ പോയിൻ്റാണത്. ഇത് വലിയൊരു പോയിൻ്റാണത്. ഈ സുവിശേഷം മുഴുവനും ക്രിസ്തുവാണ്. എന്നാൽ അതിൻ്റെ അകത്തുള്ള ഒരു വചനവും ക്രിസ്തുവാണ്. ഒരു വചനം, ഒറ്റ വചനം. ഈശോ തന്നെ പറഞ്ഞു,
മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ ആധരത്തിൽ നിന്ന് വരുന്ന ഓരോ വചനവും കൊണ്ടാണ്. മത്തായി 4:4. ഓരോ വചനം ഉള്ളൂ, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന ഓരോ വചനം. ആ ഒരു വചനം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ അത് ക്രിസ്തു അവൻ്റെ ഉള്ളിൽ നിറയും. അത്രയ്ക്ക് എളുപ്പമാണത്. ഒരു വചനത്തിൽ ക്രിസ്തു മുഴുവനുണ്ട്. ആ ഒരു വചനം അവൻ്റെ ആത്മാവിന് ഭക്ഷണമായി, ആത്മാവിന് ജീവൻ്റെ ഉറവിടമായി, അവൻ്റെ മനസാക്ഷിയിലെ വെളിച്ചമായി വന്നാൽ ആ ഒരു വചനത്തിലൂടെ അവൻ പിടിച്ചു കയറും. പ്രൈസ് ദ ലോർഡ്. അതാണ് എം കെ ഗാന്ധി. ഞാൻ കൂടുതൽ എം കെ ഗാന്ധിനെ പറയണതുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത്. അതൊരു നല്ല ടെസ്റ്റ് മണിയാണ്. നമുക്കറിയാവുന്ന ഒരു ടെസ്റ്റ് മണിയാണത്. ഇപ്പം എം കെ ഗാന്ധി അല്ല, എം കെ ഗാന്ധി മഹാത്മാഗാന്ധിയായി. ഓക്കെ, അപ്പം അജ്ഞത, സുവിശേഷത്തെക്കുറിച്ചുള്ള അജ്ഞത, മറ്റുള്ളവർ കാണിക്കുന്ന ദുർമാതൃക, സ്വന്തം വികാരങ്ങളോടുള്ള അടിമത്വം, അതാണ് ഹിറ്റ്ലർ. മനസാക്ഷി സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള തെറ്റായ ധാരണ, അതും ഹിറ്റ്ലർ. സഭയുടെ അധികാരത്തിൻ്റെയും പ്രബോധനത്തിൻ്റെയും നിഷേധം, അതും ഹിറ്റ്ലർ. ഹിറ്റ്ലർ ഒരു ക്രിസ്ത്യാനിയാണ്. അന്ന് ഹിറ്റ്ലർ എല്ലാവരും യുദ്ധം ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു. ഇവിടെ ഓസ്ട്രിയയിൽ ഒരു വിശുദ്ധനാകാൻ പോകുന്ന ഒരാളുണ്ട്, ഫ്രാൻസിസ് ഏഗസ്റ്റെറ്റർ എന്ന് പറഞ്ഞു. ഫ്രാൻസ് ഏഗസ്റ്റെറ്റർ അദ്ദേഹം പറഞ്ഞു, ഞാൻ യുദ്ധം ചെയ്യില്ല. ഹിറ്റ്ലറിനോട് ഇത് എതിർക്കണോ? അറസ്റ്റ് ചെയ്യും ഉണ്ടോ? അയാൾ അറസ്റ്റ് ചെയ്തു. ഞാൻ യുദ്ധത്തിന് പോകില്ല. എൻ്റെ വിശ്വാസം മറ്റുള്ളവരെ കൊല്ലാനും മറ്റുള്ളവരെ ഉപദ്രവിക്കാനും അനുവദിക്കുന്നില്ല. എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഞാൻ ജീവിക്കും. ഫ്രാൻസ് ഏഗസ്റ്റെറ്റർ. അദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ അമ്മയല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ ഈ ഫ്രാൻസ് ഏഗസ്റ്റെറ്റർ ഇതിനെ പ്രതി ഭയാനകമായ പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ടി വന്നു. അവസാനം അയാളെ കൊല്ലാൻ വിധിച്ചു. അയാളെ കൊല്ലാൻ പോകുമ്പോൾ അയാൾ ഭാര്യയ്ക്ക് എഴുതിയ ഒരു കത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞത്: എൻ്റെ ഏറ്റവും വലിയ വിളി ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, എൻ്റെ അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുക. അതാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഭാര്യയെയും മക്കളെയും കൂടുതൽ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് അപ്പോൾ ഒരുപക്ഷെ ഭാര്യയ്ക്ക് തോന്നിയിരിക്കാം, നിങ്ങളതങ്ങ് സമ്മതിക്കുന്നേ ഇല്ലേ? തോമസ് മൂറിൻ്റെ ഭാര്യയും മകളും പറഞ്ഞ പോലെ സ്നേഹം കൊണ്ടായിരിക്കാം. എല്ലാ ഭാര്യമാരും അങ്ങനെ തന്നെയല്ലേ. ഭർത്താവിന് കൊല്ലാൻ ഏതെങ്കിലും ഭാര്യയ്ക്ക് ഇഷ്ടമാണോ? അതങ്ങ് വിട്ടുകൊടുക്ക്. പക്ഷെ മനസാക്ഷിക്ക് പറ്റുന്നില്ല. അത്രയ്ക്ക് ശക്തമാണ് മനുഷ്യൻ്റെ മനസാക്ഷി. ഈ ഹിറ്റ്ലറും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അത്രയും ജനറൽമാരും നാസികളെല്ലാവരും ഹിറ്റ്ലറിനെ അനുസരിക്കണമെന്ന് പറയുകയും ഹിറ്റ്ലർ പറയണമാതിരി യുദ്ധം ചെയ്യാൻ പറയുകയും ചെയ്യുമ്പോൾ, ഇല്ല, എൻ്റെ വിശ്വാസം യുദ്ധം ചെയ്യാൻ എൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ ഫ്രാൻസ് ഏഗസ്റ്റെറ്റർ, അദ്ദേഹം ഇപ്പോൾ വിശുദ്ധരുടെ ഗണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്നു. അപ്പം തോമസ് മൂർ മനസാക്ഷിയുടെ വലിയ ഉദാഹരണങ്ങളാണ്. ഈ ഗ്രേറ്റ് ബ്രിട്ടൻ, നമ്മൾ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഇപ്പോൾ പറയണേ, ഇംഗ്ലണ്ടിൻ്റെ പേര് ഗ്രേറ്റ് ബ്രിട്ടൻ. ആ ഗ്രേറ്റ് ബ്രിട്ടനിലെ രാജാവും ആളുകളെല്ലാം മനസാക്ഷിയിൽ മലിനത കയറി സഭയുടെ ക്രിസ്തുവിൻ്റെ പ്രബോധനത്തെയും തിരസ്കരിച്ചുകൊണ്ട് സ്വന്തമായിട്ട് സഭയുണ്ടാക്കുമ്പോൾ അവിടുത്തെ ചാൻസലറായ തോമസ് മൂർ പറഞ്ഞു, ശരിയല്ല, ദിസ് ഈസ് റോങ്, ഐ വിൽ നോട്ട് എഗ്രി ടു ഇറ്റ്. ആ രാജ്യത്തെ സകല മനുഷ്യരും വൈദികരും ബിഷപ്പുമാരും തന്നെ മാറി. എന്നിട്ടും ഒരു അൽമായനായ തോമസ് മൂർ പറഞ്ഞു, എൻ്റെ മനസ്സാക്ഷി അതിന് സമ്മതിക്കുന്നില്ല. ഭാര്യയും മക്കളും വന്നു, അതങ്ങ് വിട്ടുകൊട്, അയാൾ പെണ്ണ് കെട്ടി എന്തെങ്കിലും ചെയ്യട്ടെ.
ഇല്ല, എൻ്റെ മനസാക്ഷി അതിന് സമ്മതിക്കുന്നില്ല. അതാലോചിച്ച് നോക്കി. അതാണ് മനസാക്ഷിക്ക് അത്രയ്ക്ക് വലിയ ശക്തിയുണ്ട്. എങ്ങനെയാണെങ്കിൽ മനസാക്ഷിയിൽ തിരുലിഖിതങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മനസാക്ഷിയിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ടെങ്കിൽ, മനസാക്ഷിയിൽ ക്രിസ്തു വെളിവായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അവിടെ ഈ ജീവിതത്തിൻ്റെ ഒന്നുമല്ല. അവൻ ഓൾറെഡി സ്വർഗത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിത്യതയെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് സ്തെഫാനോസ് എല്ലാം പറയുന്നത്. നിങ്ങൾ എന്നെ കൊന്നോ, പക്ഷെ ഞാൻ പിതാവേ ഞാൻ കാണുകയാണ് സ്വർഗം തുറന്നിരിക്കുന്നതും ദൈവപുത്രൻ പിതാവിന് വലത് ഭാഗത്തിരിക്കുന്നത് ഞാൻ കാണുകയാണ്. എൻ്റെ മനസാക്ഷിയാണ് ഞാനീ പറയുന്നത്. ഇനി നമ്മൾ തുടർന്ന് വരികയാണ്. 133 കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഓടിച്ച് വായിച്ചു പോകാൻ പോവുകയാണ്. സംഗ്രഹം. ഇത്രയും ഈ വിശുദ്ധ ലിഖിതങ്ങളെക്കുറിച്ച് പഠിച്ച ഈ ചാപ്റ്ററിൻ്റെ ഒരു സംഗ്രഹമാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. അതിൻ്റെ അവസാനം ചെന്നെത്തുന്നത് സങ്കീർത്തനത്തിലെ ഒരു പ്രിയപ്പെട്ട വചനമാണ്. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്, അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. അതാണ് അവസാനം. അപ്പോൾ അവസാനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഓടാൻ പോവുകയാണ്. 134 വാക്ക്, 134 പാരഗ്രാഫ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇതിന് വേറെ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. എന്നിരുന്നാലും ഇത് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. യെസ്, വി ഗോ. നമുക്ക് പോകാം. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം വാസ്തവത്തിൽ ഏക ഗ്രന്ഥമാണ്. അതാണ് പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവാണ് ആ ഏക ഗ്രന്ഥം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ക്രിസ്തു എന്ന് പറയുന്നതും യേശു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കണം. യേശു എന്ന് പറയുന്നതും മിശിഹ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ക്രിസ്തു എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തു എന്ന് പറയാം. ക്രിസ്തു എന്ന് പറയുമ്പോൾ ഉയർത്തെഴുന്നേറ്റ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന ആ അഭിഷിക്തനായ ദൈവപുത്രനാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം ക്രിസ്തുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. എല്ലാ വിശുദ്ധ ലിഖിതങ്ങളും ക്രിസ്തുവിലാണ് പരിപൂർത്തിയിരുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും ഞാൻ പറഞ്ഞു ക്രോണോസ് ആൻഡ് കൈറോസ്, ക്രോണോളജിക്കലായിട്ട് ഉള്ള പുസ്തകങ്ങളാണ്. ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവ്യർ, നിയമാവർത്തനം, പിന്നെ അങ്ങനെ ഓരോന്നായിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും ക്രോണോളജിക്കലായിട്ടാണ്. എന്നാൽ അതെല്ലാം എവിടെ ചെന്നെത്തുന്നു? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൽ ചെന്നെത്തുന്നു. പ്രൈസ് ദി ലോർഡ്. 135 പോകാം. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവവചനം ഉൾക്കൊള്ളുന്നു. അവ ദൈവനിവേശിതങ്ങളാകയാൽ യഥാർത്ഥത്തിൽ ദൈവവചനമാണ്. ഡൈവർബം 24. 136. ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അതിൻ്റെ മാനുഷിക ഗ്രന്ഥകാരന്മാരെ പ്രചോദിപ്പിച്ചു. അപ്പോൾ മത്തായി എഴുതി എന്ന് പറഞ്ഞുകൊണ്ട് മത്തായിയുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഒന്നുമല്ല അവിടെ എഴുതിയിരിക്കുന്നത്. മത്തായി എന്ന ആ വിശുദ്ധ മാനുഷിക ഗ്രന്ഥകാരൻ പരിശുദ്ധാത്മ പ്രചോദിതമായിട്ട് പല കാര്യങ്ങളിലൂടെയും പ്രചോദിപ്പിച്ചു. അത് യഹൂദർക്കുള്ളതാണ്. യൂദയ സഭയിൽ മത്തായി, മർക്കോസ് റോമിലെ ജനതയ്ക്കായി, ലൂക്കാ ഈജിപ്തിലെ സഭയിൽ, യോഹന്നാൻ എഫേസൂസിൽ. കണ്ടോ, അവിടെ ആദ്യം പറയുന്നത് ഇതാണ്. എഴുതി നരകുല രക്ഷകനാം മിശിഹാനാഥൻ തിരുഗ്രന്ഥം പരിശുദ്ധാത്മനിവേശത്താൽ. കണ്ടോ, അപ്പോൾ ആ പരിശുദ്ധാത്മനിവേശിതമായിട്ട് എഴുതപ്പെട്ടതാണ് എന്ന് നമ്മൾ ഹൃദയത്തിൽ, ഇത് പരിശുദ്ധാത്മാവാണ്, ദൈവം തന്നെയാണ് ഇതിൻ്റെ ഗ്രന്ഥകർത്താവ്.
ദൈവമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. അത് യെശയ്യാ അങ്ങനെ പറഞ്ഞു, ജെറമ്യാ ഇങ്ങനെ പറഞ്ഞു. അതെല്ലാം പറയുമ്പോൾ തന്നെ നമ്മൾ വളരെ ഭക്തിയോടെ പറയണം. നമ്മൾ ചില സമയത്ത് നമ്മൾക്ക് എന്തോ ഒരു വേദനയാണ് അത് കേൾക്കുമ്പോൾ. ആ പ്രസൻറ്റേഷൻ തന്നെ ഈ ദൈവമാണ് ഇതിൻ്റെ കർത്താവ് എന്നുള്ളത് ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോൾ ആ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവതരണ രീതിയിൽ തന്നെ ഒരു പ്രത്യേകത ഉണ്ടാകും. സ്നേഹമുള്ളവരെ, അത് തമാശ പറയാനും കളിയാക്കാനും കഥ പറയാനും ഉപയോഗിക്കാനുള്ളതല്ലേ അല്ല. എന്തിനു വേണ്ടിയുള്ളതാണ്? മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അതിവിടെ വരുന്നുണ്ട്. അതിൻ്റെ മനുഷ്യ ഗ്രന്ഥകാരന്മാരെ പ്രചോദിപ്പിച്ചത് അവിടുന്ന് അവരിലും അവർ മുഖേനയും പ്രവർത്തിക്കുന്നു. അവരുടെ ലിഖിതങ്ങളെല്ലാം അബദ്ധരഹിതമായി തൻ്റെ രക്ഷാകര സത്യത്തെ പഠിപ്പിക്കുന്നുവെന്ന് അവിടുന്ന് ഉറപ്പുവരുത്തുന്നു. ഡൈവർപ്പം 11. അപ്പം ഞാൻ പല പ്രാവശ്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടുന്ന് രക്ഷാകര സത്യം പഠിപ്പിക്കുന്നു. എന്തിനാണ് ഇതെല്ലാം പഠിക്കുന്നത്? ഇതൊരു സയൻസാണ് എന്ന് നമ്മൾ പറയണു. എന്തിന്? ദൈവത്തെക്കുറിച്ചുള്ള സയൻസ്. എന്തിനു വേണ്ടി? മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ലോകം മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതെപ്പോഴും മനസ്സിലാക്കണം. എന്താണ് ഈ ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനത്തിൻ്റെ എല്ലാം ഉദ്ദേശം? തുടർന്ന് 137 ദൈവനിവേശിതങ്ങളായ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന കാര്യം. ഞാൻ അങ്ങ് ധൃതി പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥയാണ്, സമയം പോകുന്നതുകൊണ്ട്. ദൈവനിവേശിതങ്ങളായ വിശുദ്ധ ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന കാര്യം കണ്ടോ? നമ്മുടെ രക്ഷയ്ക്കായി. പ്രൈസ് ദ ലോർഡ്. ഇത് കറക്കി വയ്ക്കാം, അവിടെ അടിവരയിട്ട് ചക്രം വരച്ചു വയ്ക്കും. നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ രക്ഷയ്ക്കായി. ഇത് തർക്കിക്കാനോ വാഗ്വാദം നടത്താനോ ചരിത്ര സംഭവങ്ങൾ പഠിക്കാനോ അവിടുത്തെ സംസ്കാരം പഠിക്കാനോ ഇതൊക്കെ അതിനകത്തുണ്ടാകും. അതിനകത്ത് വലിയ സിംബോളിസം ഉണ്ടാകാം, അതിനകത്ത് റൊമാൻറ്റിസം ഉണ്ടാകാം, അതിനകത്ത്. പക്ഷേ അതിൻ്റെ എല്ലാം സാരാംശം എന്താ? നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ രക്ഷയ്ക്കായി. വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്തെന്നറിയുകയാണ്. അതാണ് വിശുദ്ധ ഗ്രന്ഥ വ്യാഖ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാന ഒരു കാര്യം. നമ്മുടെ രക്ഷയ്ക്കായി വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നത്. അടുത്ത പോയിന്റ് വ്യാഖ്യാനത്തിൻ്റെ. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ പൂർണ്ണമായി ഗ്രഹിക്കാനാവില്ല. നമ്മൾ എല്ലാ ദിവസവും ചിലർ പറയും, ബ്രദറെ ആ പാട്ടൊന്ന് മാറ്റി വേറൊരു പാട്ട് പാടിക്കൂടെ? എനിക്ക് വേറെ ഒരു പാട്ട് പാടുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ പാട്ട് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണർത്തുന്നതിന് വേണ്ടിയാണ്. ആത്മാവേ പരിശുദ്ധാത്മാവേ എൻ ഹൃദയത്തിൽ, കണ്ടോ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞ് കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. അതിൻ്റെ ഓരോ സ്റ്റാൻസുകളും നോക്കുന്നത് നമ്മുടെ അഭിഷേകത്തിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൂടാതെ. 138 പഴയ നിയമത്തിൽ 46 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും ദൈവനിവേശിത ലിഖിതങ്ങളായി സഭ അംഗീകരിച്ചിരിക്കുന്നു, ആദരിക്കുന്നു. ഓക്കെ. 139 വിശുദ്ധ ലിഖിതങ്ങളുടെ ഇടയിൽ 4 സുവിശേഷങ്ങൾ കേന്ദ്രസ്ഥാനം അലങ്കരിക്കുന്നു. അതാണ് വിശുദ്ധ ലിഖിതങ്ങളുടെ ഹൃദയം എന്ന് നമ്മൾ പഠിച്ചു. കാരണം യേശുക്രിസ്തുവാണ് അവയുടെ കേന്ദ്രം. ഇതിന് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കണം. ശരിയാണ്, നമുക്ക് തോന്നും ആ പ്രോവർബ് അത് നല്ലതാണ് വായിക്കാൻ, സുഭാഷിതങ്ങൾ, പ്രഭാഷണങ്ങൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം, സങ്കീർത്തനം. പക്ഷെ അതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും കാതലായ ഭാഗം
ഈശോ തന്നെ മനുഷ്യനായി അവതരിച്ച് മനുഷ്യനോട് നേരിട്ട് പറഞ്ഞ വാക്കുകളാണത്. 139. 140 പഴയ നിയമത്തിൻ്റെയും ടൈപ്പോളജി, പുതിയ നിയമത്തിൻ്റെയും ഐക്യത്തിന് നിദാനം ദൈവിക പദ്ധതിയുടെയും ദൈവിക വെളിപാടിൻ്റെയും ഐക്യമാണ്. പഴയ നിയമം പുതിയ നിയമത്തിന് വഴിയൊരുക്കുന്നു, പുതിയ നിയമമാകട്ടെ പഴയ നിയമത്തെ പൂർത്തീകരിക്കുന്നു. ഇവ രണ്ടും അന്യോന്യം പ്രകാശിപ്പിക്കുന്നു, പരസ്പര പൂരകങ്ങൾ. രണ്ടും യഥാർത്ഥ ദൈവവചനമാണ്. ഇനി അവസാനമായി 141 കർത്താവിൻ്റെ തിരുശരീരത്തെ എന്ന പോലെ സഭ വിശുദ്ധ ലിഖിതങ്ങളെ എന്നും സമാദരിക്കുന്നു. ഇവ രണ്ടും ക്രൈസ്തവ ജീവിതം മുഴുവൻ്റെയും പോഷിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. നിന്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ വഴിയിൽ പ്രകാശവുമാകുന്നു. സങ്കീർത്തനം 119, 105, ഏശയ്യ 50:4. അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അവ എൻ്റെ ഹൃദയത്തിൻ്റെ ആനന്ദമാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ കേട്ട ഈ ക്ലാസ് നമ്മുടെ ആത്മാവിനെ ശരിക്കും പ്രകാശിപ്പിക്കുകയും നമ്മുടെ ജീവിതത്തിന് ഒരു മാർഗമാണ്. പരിശീലന ആശ്വാസം നൽകുന്ന വാക്ക്. ദൈവമായ കർത്താവ് എന്നെ ശിഷ്യനെ എന്ന പോലെ അഭ്യസിപ്പിച്ചു. പ്രഭാതം തോറും കണ്ടോ യേശയ്യ, അവിടുന്ന് എൻ്റെ കാതുകളെ ശിഷ്യനെ എന്ന പോലെ ഉണർത്തുന്നു. എൻ്റെ കാതുകളിൽ ആ ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ എനിക്ക് ശക്തി കിട്ടുള്ളൂ. ഇതിൻ്റെ അടുത്ത വചനം പറയാൻ പേടിക്കണം. ആ 57:56 പറയുന്നത്, അടിച്ചവന് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദനത്തിൽ നിന്നും തുപ്പലിൽ നിന്നും ഞാൻ മുഖം തിരിച്ചില്ല. കാരണം കർത്താവിൻ്റെ വചനം അവൻ്റെ ഹൃദയത്തിലുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ പിന്നിൽ ആ വചനമുണ്ട്. പ്രൈസ് ദി ലോർഡ്.